നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ ഏങ്ങണ്ടിയൂരിൽ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. തൃപ്രയാർ ക്ഷേത്രക്കുളവും ക്ഷേത്ര പരിസരങ്ങളും വൃത്തിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP നാട്ടിക മണ്ഡലം കമ്മിറ്റി ക്ഷേത്രം മാനേജർക്ക് നിവേദനം നൽകി. താന്യം മൃഗാശുപത്രിയിൽ ഡോക്ടർ ഇല്ലാത്തതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധിച്ചു. വാർത്തകൾ വിശദമായി. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ വാടാനപ്പള്ളിയിൽ കഞ്ചാവുമായി ഒരാൾ അറസ്റ്റിലായി. വെങ്കിടങ്ങ് പാടൂർ മമ്മർസയില്ലത്ത് ഹംസയാണ് പിടിയിലായത്. തിങ്കളാഴ്ച രാത്രി ഏങ്ങണ്ടിയൂർ പുളിക്കടവ് പാലത്തിന് സമീപത്ത് പതുങ്ങി നിൽക്കുകയായിരുന്ന ഇയാളെ പോലീസ് പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയത്. വാടാനപ്പള്ളി സബ് ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മി SM, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജിനേഷ്, സിവിൽ പോലീസ് ഓഫീസർ അലി എന്നിവർ ചേർന്നാണ് ഹംസയെ അറസ്റ്റ് ചെയ്തത്. തൃപ്രയാർ ക്ഷേത്രക്കുളവും ക്ഷേത്ര പരിസരങ്ങളും വൃത്തിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP നാട്ടിക മണ്ഡലം കമ്മിറ്റി ക്ഷേത്ര മാനേജർക്ക് നിവേദനം നൽകി. തൃപ്രയാർ ക്ഷേത്ര പരിസരത്ത് തേവർ ആറാട്ട് നടത്തുന്ന പുത്തൻകുളം വർഷങ്ങളായി വൃത്തിഹീനമായി കിടക്കുകയാണ്. ഭക്തർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ ക്ഷേത്രക്കുളം. ക്ഷേത്രത്തിലെ മേൽശാന്തിമാർ അടക്കം വേനൽക്കാലത്ത് ഉപ്പുവെള്ളം കയറിയ പുഴയിൽ കുളിക്കേണ്ട ഗതികേടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അകലെ നിന്നും ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തർക്ക് കാലും കൈയും കഴുകി ശുദ്ധിയായി ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത്. കനോലി കനാലിൻ്റെ തീരത്ത് മനുഷ്യവിസർജ്യമടക്കം നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന സ്ഥിതിയിലാണ്. ക്ഷേത്ര പരിസരങ്ങൾ മാലിന്യ കൂമ്പാരങ്ങൾ കൂടി കിടക്കുകയാണ്. അതിനാൽ താൽക്കാലികമായുള്ള രീതിയിലല്ലാതെ ക്ഷേത്രക്കുളത്തിലെ ചേറുകളും മറ്റും കോരി വൃത്തിയാക്കണമെന്നും ക്ഷേത്ര പരിസരങ്ങൾ മാലിന്യമുക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് BJP നാട്ടിക മണ്ഡലം കമ്മിറ്റി ക്ഷേത്രം അസിസ്റ്റന്റ് മാനേജർക്ക് നിവേദനം നൽകി. BJP മണ്ഡലം പ്രസിഡന്റ് റിനി മാണി, ജനറൽ സെക്രട്ടറിമാരായ ഷൈൻ നെടിയിരിപ്പിൽ, TG രതീഷ്, NS ഉണ്ണിമോൻ, BJP താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് VV വിനോബ്, അന്തിക്കാട് പ്രസിഡന്റ് രാഗി പ്രദീപ്, ദയാനന്ദൻ ഏറാട്ട്, ശിവരാമൻ, സുഭാഷ് കാട്ടൂർ എന്നിവർ പങ്കെടുത്തു. ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഒരു കുളമാണ് ഇവിടെ തേവരുടെ തീർത്ഥക്കുളമായിട്ടുള്ള നമ്മളുടെ തൊട്ടു മുമ്പിൽ കാണുന്ന കുളം. ഈ കുളം എല്ലാ വർഷവും തേവർ 5 തവണ ആറാട്ട് മുങ്ങുന്ന ഈ കുളം ഇത്രയും വൃത്തിഹീനമായി കിടക്കുന്നത് ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. കുളം മാത്രമല്ല, നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ പല പരിസരങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ പലയിടത്തും മാലിന്യ കൂമ്പാരങ്ങൾ കാണാം. ക്ഷേത്രത്തിൻ്റെ സമീപത്ത് മുമ്പിലൂടെ ഒഴുകുന്ന കനോലി കനാലിൻ്റെ തീരങ്ങളിൽ മനുഷ്യവിസർജ്യമടക്കം നിറഞ്ഞ് മൂക്ക് പൊത്താതെ അതിലൂടെ ഭക്തജനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ ക്ഷേത്രമുള്ളത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ നല്ല രീതിയിലുള്ള നടത്തിപ്പ് ഒരിക്കലും സാധ്യമാകാത്ത രീതിയിലാണ് ക്ഷേത്രം മാനേജ്മെൻറ്റും അല്ലെങ്കിൽ അതിൻ്റെ അധികാരികളും മുൻപോട്ട് പോകുന്നത്. അന്തിക്കാട് സെന്റ് ആന്റണീസ് ഇടവകയിൽ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മരണ തിരുനാൾ ആചരിച്ചു. ലതീഞ്ഞിനും നൊവേനയ്ക്കും ആഘോഷമായ പാട്ടുകുർബാനയ്ക്കും വികാരി ഫാദർ സ്റ്റാർസൺ കള്ളിക്കാടൻ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പിതൃവേദിയുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. നേർച്ച വിതരണവും നടന്നു. ചടങ്ങുകൾക്ക് സിസ്റ്റർ സത്യ, സിസ്റ്റർ എൽസി, കൈക്കാരന്മാരായ റാഫേൽ കുരുതുകുളങ്ങര, ജോസഫ് താണിക്കൽ, ജോണി ചിരിയൻകണ്ടത്ത്, പിതൃവേദി ഭാരവാഹികളായ PT ജോസഫ്, ആൻഡോ കുളങ്ങര, ലാസർ കുരുതുകുളങ്ങര, ഫ്രാൻസിസ് കുരുതുകുളങ്ങര, പിതൃവേദി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. തളിക്കുളം ബദരിയ മസ്ജിദിൽ സമൂഹ നോമ്പുതുറ നടന്നു. പണ്ഡിതനും പ്രഭാഷകനുമായ ഉമർ ബാഗവി പഴയന്നൂർ ഉദ്ഘാടനം ചെയ്തു. മസ്ജിദ് ഇമാം മജീദ് മുസ്ലിയാർ അധ്യക്ഷനായി. കമ്മിറ്റി അംഗങ്ങളായ ഷഫീഖ് ഹുസൈൻ, സിറാജുദ്ദീൻ PM, AA ബഷീർ, അബൂബക്കർ, ഷെലിൽ, അൻവർ, റെനീഷ്, അസർ, ബഷീർ, ഷമീർ, ഷീജ രാമചന്ദ്രൻ, ശശിധരൻ വാത്താട്ട്, മുരളീധരൻ, കൃഷ്ണൻകുട്ടി, സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്ത്രീകളും കുട്ടികളുമടക്കം 400ഓളം പേർ പങ്കെടുത്തു. ബദർ ദിനത്തിന്റെ ഭാഗമായി 200ഓളം കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണവും നടത്തി. എല്ലാ മതജനവിഭാഗത്തിൽപ്പെട്ട ആളുകളെ സംഘടിക്കാൻ വളരെയധികം മാതൃകാപരമായ പകർത്താവുന്ന കേരളീയ മോഡലും കേരളീയ തന്മയും വിളിച്ചുകൊണ്ട്
ഒരു സമൂഹ നോമ്പുതുറയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. കാലം ആവശ്യപ്പെടുന്നതും നാടിന് സമർപ്പിക്കേണ്ടതും നാം പകർത്തേണ്ടതുമായ മഹത്തായിരിക്കുന്ന ഒരു മാതൃകാപരമായ സംരംഭമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പരിശുദ്ധമായ നോമ്പ് ഒരു വിശപ്പ് അല്ലെങ്കിൽ കേവലം ഒരു പട്ടിണി മാത്രമല്ല. ശുചിമുറിയില്ലാതെ ദുരിത ജീവിതം നയിക്കുന്ന വാടാനപ്പള്ളി പഞ്ചായത്തിലെ 5-ാം വാർഡിലെ ജയശ്രീക്ക് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശുചിമുറി നിർമ്മിച്ചു നൽകും. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ജയശ്രീയും 3 മക്കളും അനുഭവിക്കുന്ന ദുരിതത്തിന് നേരെ അധികൃതർ കണ്ണടയ്ക്കുകയാണെന്ന് മഹിളാ കോൺഗ്രസ് ആരോപിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ്, ബ്ലോക്ക് പ്രസിഡന്റ് BC ഷീജ, ബ്ലോക്ക് സെക്രട്ടറി സുഗന്ധിനി ഗിരീഷ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് AT റഫീഖ്, 12-ാം വാർഡ് പ്രസിഡന്റ് പീതാംബരൻ വാലത്ത്, INTUC മണ്ഡലം പ്രസിഡന്റ് സുനിൽ വാലത്ത്, കോൺഗ്രസ് നേതാവ് ഖുറൈഷി അഷ്റഫ്, INTUC നിയോജക മണ്ഡലം സെക്രട്ടറി ഹസീന താജുദ്ദീൻ, യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ഫാസിൽ, മഹിളാ കോൺഗ്രസ് സെക്രട്ടറി സാബിറ ബഷീർ എന്നിവർ വീട് സന്ദർശിച്ചു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ സഹോദരിയുടെ പ്രശ്നങ്ങൾ, ദയനീയമായ ഈ അവസ്ഥ നമ്മൾ കേൾക്കാനും കാണാനും ഇടയായത്. ഉടനെ തന്നെ നമ്മുടെ സഹപ്രവർത്തകർ ഇവിടെ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ച്, അപ്പോൾ അവർക്ക് സുരക്ഷിതമായ അടച്ചുറപ്പുള്ളൊരു വീടോ പിന്നെ വിളിക്കിരിക്കാനുള്ളൊരു സുരക്ഷിതമായൊരു ടോയ്ലറ്റോ ഇവർക്കില്ലയെന്ന് ഇവർക്ക് മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അടിയന്തിരമായി മഹിളാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മാതൃസംഘടനയുടെ ഞങ്ങളുടെ സഹപ്രവർത്തകരൊക്കെ കൂടിയിട്ട് അവർക്ക് അടിയന്തരമായിട്ടൊരു ടോയ്ലറ്റ് പണിത് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ബാത്റൂം ഇല്ല, അതുപോലെ വീട് എന്ന് പറഞ്ഞാൽ ചുമരുണ്ടെങ്കിലും നമുക്ക് മേൽക്കൂര ശരിയായിട്ടില്ല. ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യം ഒരു ബാത്റൂമാണ്. അതുപോലെ ഞാനിപ്പോൾ മെമ്പറെ വിളിച്ച് ചോദിച്ചു, മെമ്പർക്ക് അറിയില്ല ആർക്കാ എന്താ പാസ്സായിട്ടുള്ളതൊന്നും മെമ്പർക്ക് അറിയില്ല. ഇപ്പോൾ വീടായാലും നമുക്ക് ചുമരുണ്ടെന്നുണ്ടെങ്കിലും വാതിലുകളില്ല, അതുപോലെ ജനവാതിലില്ല. മേൽക്കൂര എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഷീറ്റ് ഇട്ടതാണെങ്കിലും ഇപ്പം അത് മുഴുവൻ ആകെ പൊടിഞ്ഞ് ആകെ വീഴാനായി. മഴ പെയ്ത ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകില്ല. എടമുട്ടത്ത് അടിപ്പാത അനുവദിച്ചു കിട്ടുന്നതിന് വേണ്ടി NH66 ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. പ്രധാനപ്പെട്ട എടമുട്ടം ജംഗ്ഷൻ ഇല്ലാതാകുന്നതിനെതിരെ നടന്ന സമരത്തിൽ വൻ ജനപങ്കാളിത്തമുണ്ടായിരുന്നു. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ റോഡ് പണി തടഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുമെന്നും സമരക്കാർ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, MLA, MP എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ദേശീയപാത അധികൃതരുമായി കൂടിക്കാഴ്ച സംഘടിപ്പിക്കുവാനും സമരസമിതി ആവശ്യപ്പെട്ടു. പ്രതിഷേധ യോഗത്തിൽ ശ്രേയസ് രാമചന്ദ്രൻ, അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ, ഷിബു നെടിയിരിപ്പിൽ, അബൂബക്കർ, ശോഭ സുബിൻ, മജീദ് KM, സുമേഷ് പാനാട്ടിൽ, അജ്മൽ ഷെരീഫ്, ഇക്ബാൽ, പ്രൊവിൻറ്റ്, രമേശ് പള്ളത്ത്, സുജിത് പുല്ലാട്ട്, ഷാജു, രഞ്ജൻ ഇരുമത്തുരുത്തി, സുരേന്ദ്രൻ നെടിയിരിപ്പിൽ എന്നിവർ സംസാരിച്ചു. 18 മാസമായി നമ്മൾ ചെയ്യുന്നത്. ഇത് ഇനി നമ്മൾ മുട്ടാത്ത വാതിലുകളില്ല. ഭരണാധികാരികളായാലും NHന്റെ എറണാകുളത്തെ അവരുടെ ഓഫീസിലും തിരുവനന്തപുരത്തും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ അധികാര സ്ഥലങ്ങളിലും നമ്മൾ പോയിട്ട് മുട്ടി. പക്ഷേ നമ്മൾക്ക് ഒരു നീതിയും കിട്ടാത്ത നമ്മൾ കോടതി പോയി 1 വർഷത്തിൽ മേലെയായി. നമ്മൾ 14 മാസത്തോളം ഇപ്പോൾ കേസ് സ്റ്റേ നിൽക്കുന്നത്. ആ സ്റ്റേ നിൽക്കുന്നു. ഇതുവരെയും അതിൻ്റെ വാദം കേട്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഈ എടമുട്ടത്ത് ഇതിൻ്റെ ഇടയിൽ ഒരു വർക്ക് നടത്തരുത്, നമ്മളെ സഞ്ചാര തടസ്സം നിൽക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ അവിടെ തെക്ക് ഭാഗത്ത് പണി നടത്തിയിട്ട് നമ്മളത് തടസ്സം നിൽക്കാൻ പോണ്. അവർ അത് ആ തടസ്സം നിൽക്കുന്നത് നമ്മളെ സഞ്ചാര സ്വാതന്ത്ര്യം നമ്മളെ അനുവദിക്കാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇനി വർക്ക് നടത്തരുത് എന്ന് പറയുന്നത്. തൻ്റെ ജീവൻ്റെ ജീവനായി വളർത്തിയ മിന്നുട്ടി എന്ന ആട്ടിൻകുട്ടിയുടെ മക്കളെ തൃത്തല്ലൂർ UP സ്കൂളിലെ ഗോട്ട് ക്ലബിലെ കൂട്ടുകാർക്ക് കൈമാറുന്ന ചടങ്ങ് വികാര നിർഭരമായി. 15 തലമുറ കടന്ന മണിക്കുട്ടിയുടെ മകൾ മിന്നുട്ടിയുടെ മക്കളെ മുൻ MP TN പ്രതാപൻ ശ്രീലക്ഷ്മിക്കും നസ്ര നിയാസിനും കൈമാറി. 17 വർഷത്തെ ചരിത്രമുണ്ട് തൃത്തല്ലൂർ UP സ്കൂളിൻ്റെ ജീവൻ്റെ ജീവൻ പദ്ധതിക്ക്. പച്ചക്കറി വിറ്റ് കിട്ടിയ പണവും പോക്കറ്റ് മണിയും ഉപയോഗിച്ചാണ് 2008 കുട്ടികൾ മിനി ടീച്ചറുടെ നേതൃത്വത്തിൽ മണിക്കുട്ടി എന്ന ആട്ടിൻകുട്ടിയെ സ്കൂളിലേക്ക് വാങ്ങിയത്. മണിക്കുട്ടി വളർന്നതും സ്കൂളിൽ തന്നെ. മണിക്കുട്ടിയെ പിന്നീട് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത കുട്ടിക്ക് വളർത്താൻ നൽകി.
ആദ്യ പ്രസവത്തിലെ മക്കളെ സ്കൂൾ ഗോട്ട് ക്ലബിലേക്ക് നൽകണം, അതാണ് വ്യവസ്ഥ. മണിക്കുട്ടിയുടെ 15ാം തലമുറയിലുള്ള മിന്നുട്ടിയുടെ മക്കളെയാണ് ഔഷധക്കാട്ടിലെ ഹരിത ക്ലാസ് മുറിയിൽ വെച്ച് തന്നെ സമ്മാനിച്ചത്. നാട്ടിക MLA ആയിരുന്ന TN പ്രതാപൻ്റെ ആശയങ്ങൾക്ക് KS ദീപൻ മാസ്റ്ററും സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ PD സുരേഷും ചേർന്നാണ് ജീവൻ്റെ ജീവൻ പദ്ധതി തയ്യാറാക്കിയത്. പിന്നീട് സംസ്ഥാന സർക്കാർ ഇത് മോഡൽ പ്രൊജക്റ്റായി അംഗീകരിച്ചു. കേരളം മുഴുവൻ വ്യാപിപ്പിച്ചു. സ്കൂൾ ഔഷധക്കാട്ടിലെ ഹരിത ക്ലാസ് മുറിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് A ജാഫർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KS ദീപൻ മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി. ഡോക്ടർ PD സുരേഷ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. പ്രധാനാധ്യാപിക KG റാണി, സ്കൂൾ ഗോട്ട് ക്ലബിൻ്റെ ചുമതല വഹിക്കുന്ന V ഉഷാകുമാരി, കൃഷ്ണൻ കാരമുക്ക്, PTA വൈസ് പ്രസിഡന്റ് സനിത സുരേഷ്, PP ജ്യോതി, KS ഷീന, NS നിഷ, അജിത് പ്രേം എന്നിവർ സംസാരിച്ചു. ജീവന്റെ ജീവൻ എന്ന് പറഞ്ഞ് ഒരാശയം 16 കൊല്ലം മുമ്പ് നമ്മളിവിടെ തുടങ്ങി. ഇത് 17ാമത്തെ കൊല്ലം. ഇപ്പം കൃഷ്ണേട്ടൻ 2 ആട്ടുംകുട്ടികളെ നമ്മൾ സ്കൂളിൽ നൽകിയ കാര്യം ഇവിടെ നേരത്തെ ദീപമാഷ് പറഞ്ഞു. ഇതേപോലെ ഒരുപാട് സ്ഥലത്ത് കൊടുത്തു. ആ കൊടുത്തിട്ടും ഇന്നും നിലനിൽക്കുന്ന ഒരു സ്ഥലം തൃത്തല്ലൂർ UP സ്കൂളാണെന്ന കാര്യം അഭിമാനത്തോടു കൂടി പറയാം. ഇതിന് ദീപം മാഷ്, ജാഫർ മാഷ്, ഇവിടുത്തെ അധ്യാപകർ, ഓരോരുത്തർ റിട്ടയർ ചെയ്തു പോയ അധ്യാപകരടക്കം ഇവിടെ അധ്യാപകർ അതിന് കാണിച്ച പ്രത്യേകമായ സ്നേഹം ഒരിക്കൽ കൂടി അധ്യാപകരോട് തിരിച്ച് സ്നേഹമായി പങ്കുവയ്ക്കണം. നമുക്ക് അടുത്ത കൊല്ലം ഇത് 75 എണ്ണം ആക്കും. ദീപം മാഷ് കഴിയില്ല, ജാഫർ മാഷും കഴിയില്ല. ഇപ്പം 60ആയി ഉഷ ടീച്ചറെ. അടുത്ത കൊല്ലം 15 ആണ്ടിന് ദീപം മാഷും ജാഫർ മാഷും കൂടി നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെ സമീപിച്ച് സ്പോൺസർ ചെയ്യും. ഓരോരുത്തർക്കും പിടിക്കുന്ന രക്ഷിതാക്കൾക്കോ ടീച്ചർമാർക്ക് വേണമെങ്കിൽ ഓരോരുത്തർക്ക് സ്പോൺസർ ചെയ്യേണ്ട. ഉഷ ടീച്ചർ പോകുമ്പോഴേക്കും ദീപം മാഷ് അത് 100ആക്കും. ഉഷ ടീച്ചറെ യാത്രയപ്പിൽ 101ാമത്തെ ആടിനെ കൊടുത്തുകൊണ്ടായിരിക്കണം നമുക്ക് യാത്രയപ്പ് നൽകേണ്ടത്. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ പ്രചരണ പ്രതിജ്ഞ നടത്തി. വലപ്പാട് ചന്തപ്പടിയിൽ നടന്ന പരിപാടിയിൽ വലപ്പാട് സബ് ഇൻസ്പെക്ടർ VN സാബു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് രാജു വെന്നിക്കൽ അധ്യക്ഷനായി. വാർഡ് മെമ്പർ EP അജയഘോഷ്, ഡോക്ടർ സുഭാഷിണി മഹാദേവൻ, NK വിജയകുമാർ, തളിക്കുളം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് RI സക്കറിയ, തൃപ്പയാർ ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി ER ഗണേഷ് മാസ്റ്റർ, ജോസ് താടിക്കാരൻ, കൈരളി തിലകൻ എന്നിവർ സംസാരിച്ചു. ഏറ്റവും കൂടുതൽ നമ്മൾ ലഹരിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അത് മറ്റേ കേരളത്തിലെ എല്ലാ സംവിധാനങ്ങളും, എക്സൈസ് സംവിധാനം, പോലീസ് സംവിധാനം, മറ്റ് നാട്ടുകാർ, എല്ലാവരും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഇതിൻ്റെ മുന്നിലുണ്ട്. എല്ലാവരും ഓരോ യോദ്ധാവായിട്ട് തന്നെ ഈ മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കാളികളായി നിൽക്കുകയാണ്. അപ്പോൾ പോലീസിൻ്റെ എല്ലാ രീതിയിലുള്ള സഹകരണം ഇതിനകത്തുണ്ട്. പോലീസ് നല്ല രീതിയിൽ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് സഹായത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്. അങ്ങനെ മറ്റ് സാധാരണ സീനിയർ സിറ്റിസൺസ് ഉണ്ട്, മറ്റുള്ള എല്ലാ ആളുകളും ഉണ്ട്. ഇപ്പോൾ ഈ കടലോര ജാഗ്രതാ സമിതി ആയാലും പോലീസിൻ്റെ കൂടെ ഇതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല പ്രവർത്തനം ഞങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിപത്തിനെ, അതായത് മദ്യവും മയക്കുമരുന്നും എന്ന വിപത്തിനെ നമുക്ക് സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്താനായിട്ട് എല്ലാവരും, പ്രായഭേദമന്യേ എല്ലാവരും, വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരും ഇതിനകത്ത് പങ്കുചേരണമെന്ന് പറഞ്ഞുകൊണ്ട് കാർഷിക മൃഗസംരക്ഷണ മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും മുൻഗണന നൽകിക്കൊണ്ടുള്ള മണലൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തേക്കുള്ള ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജിഷ സുരേന്ദ്രൻ, പുഷ്പ വിശ്വംഭരൻ, ജിൻസി തോമസ്, പഞ്ചായത്ത് മെമ്പർമാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ റോബിൻ വടക്കേത്തല, പഞ്ചായത്ത് സെക്രട്ടറി, വിവിധ നിർവഹണ ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കാർഷിക മേഖലയ്ക്ക് 93 ലക്ഷം രൂപയും മൃഗസംരക്ഷണ മേഖലയ്ക്ക് 38 ലക്ഷം രൂപയും ഭവന നിർമ്മാണത്തിന് 5 കോടി രൂപയും വകയിരുത്തിക്കൊണ്ട് ആകെ പ്രതീക്ഷിത വരവ് 35,28,86,000 രൂപയും പ്രതീക്ഷിത ചെലവ് 32,28,86,000 രൂപയും നീക്കിയിരിപ്പ് 30,58,00,000 രൂപയുള്ള ബജറ്റാണ് 2025-26 സാമ്പത്തിക വർഷത്തേക്കായി അവതരിപ്പിച്ചത്. ആദ്യം കൈവയ്ക്കാത്തതാണ് FRP സർവീസ്. 25,50,50,000 രൂപയാണ് FRP സർവീസ് കിട്ടുന്നത്. ഇവിടെ പല സമയങ്ങളുണ്ടാകും. പക്ഷേ കാലാനുസൃതമായിട്ട് വരുന്ന മാറ്റത്തിനനുസരിച്ചിട്ട് പഞ്ചായത്ത് മാറണമെന്ന് വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാന സൗകര്യത്തിൽപ്പെടുന്നതാണ് വീട്. വീട് എന്ന് പറയുന്നവരുടെ സ്വപ്നമാണ്. എൻ്റെ സ്വപ്നം, നിങ്ങളുടെ സ്വപ്നമൊക്കെ വീടാണ്. ആ
വാടാനപ്പള്ളി വയക്കാട്ടിൽ കളരി മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ഉത്സവ ദിവസമായ ചൊവ്വാഴ്ച രാവിലെ ഗണപതി ഹവനം, കലശാഭിഷേകം, ശീവേലി, പറനിറയ്ക്കൽ, ഉച്ചപൂജ, നാഗപൂജ എന്നിവ നടത്തി. വൈകിട്ട് ശീവേലി, എഴുന്നള്ളിത്ത്, ദീപാരാധന, നിറമാല, തായമ്പക, കേളി, പറനിറയ്ക്കൽ, സഹസ്രനാമാർച്ചന, അത്താഴപൂജ, തുടർന്ന് പ്രസാദോട്ടും രാത്രി 10 മണിക്ക് പഞ്ചവാദ്യവും ഉണ്ടായിരുന്നു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് VS ജ്യോതിവാസ്, സെക്രട്ടറി സുധീർ ശങ്കരനാരായണൻ, വൈസ് പ്രസിഡന്റുമാരായ VV മദനൻ, VB ബ്രഹ്മാനന്ദൻ, ജോയിന്റ് സെക്രട്ടറിമാരായ VK വിഭുനാഥ്, VS ദിനേശ് കുമാർ, ട്രഷറർ VP ബിനേഷ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. താന്യം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള താന്യം മൃഗാശുപത്രിയിൽ 1 മാസക്കാലമായി ഡോക്ടറോട് സേവനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൃഗാശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. മൃഗാശുപത്രിയിൽ ഡോക്ടറെ നിയമിക്കുക, ഗ്രാമപഞ്ചായത്തിൻ്റെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും കെടുകാര്യസ്ഥത അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധർണ നടത്തിയത്. ക്ഷീരകർഷകരും മൃഗങ്ങളെ വളർത്തുന്നവരും ഏറെ ബുദ്ധിമുട്ടിലാണ്, മറ്റു സ്ഥലങ്ങളിൽ ചികിത്സ തേടേണ്ട അവസ്ഥയിലുമാണ്. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് VK സുശീലൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. താന്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മൃഗാശുപത്രിയിൽ വന്നാൽ ഡോക്ടറില്ല. നാട്ടിൽ ഡോക്ടറെ കിട്ടാതല്ല, PSCയുടെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് അനവധി ഡോക്ടർമാരും മറ്റു ഉദ്യോഗാർത്ഥികളും നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ ഡോക്ടറില്ലാതെ ബുദ്ധിമുട്ടുന്നു. നിയമന നിരോധനം പരസ്യമായി അല്ലെങ്കിൽ പോലും ഈ സർക്കാർ തുടരുകയാണ്. നമ്മുടെ പഞ്ചായത്തിൽ നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്ത് നികുതി പിരിവിൻ്റെ കാര്യത്തിൽ 1-ാം നമ്പറാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരും എങ്ങനെയെല്ലാം ജനങ്ങളെ പിഴിയാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ VK പ്രദീപ്, നാട്ടിക ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ആൻഡ്രോ തൊറയൻ, രാമൻ നമ്പൂതിരി, കോൺഗ്രസ് നേതാക്കളായ KN വേണുഗോപാൽ, ലൂയിസ് താണിക്കൽ, ജോസഫ് തേക്കാനത്ത്, നിസാർ കുമ്മങ്കണ്ടത്ത്, EM ബഷീർ എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി മർച്ചൻസ് അസോസിയേഷൻ വനിതാ വിങ്ങിൻ്റെയും യൂത്ത് വിങ്ങിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണ ക്ലാസ് നടത്തി. വാടാനപ്പള്ളി CI BS ബിനു ഉദ്ഘാടനം ചെയ്തു. ഈ പല അമ്മമാരും വിളിച്ചിട്ട് പറയാറുണ്ട്, സാറേ അവനെ ഉപദേശിക്കണം, നന്നാക്കാൻ നോക്കണം. അവൻ ഈ അമ്മയെ വിളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം അത്യാവശ്യം 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള, ശരിക്കും പച്ചക്കറി ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ആൾക്കാരായിട്ട് ചെയ്യുന്നത് മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരാൾക്ക് അവൻ്റെ അമ്മയും പെണ്ണിലെ നിശ്ചയം കഴിയും. അതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പം നമ്മൾ കേട്ട ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ അമ്മയുടെ തലക്കടിച്ചിടുന്നു എന്ന് പറയുമ്പോൾ അത് അവിടെ മാത്രം നടന്നൊരു സംഭവമല്ല. നമ്മുടെ അമ്മമാർ അനുഭവിക്കുന്ന പ്രശ്നം ഭയങ്കരമാണ്. എല്ലാ സഹോദരിമാരുടെ ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. ഇവർ മയക്കുമരുന്നിന് അഡിക്റ്റായി കഴിഞ്ഞിട്ട് അവർ ഏറ്റവും കൂടുതൽ പണത്തിനായിട്ടും മറ്റു കാര്യങ്ങൾക്കായിട്ടും ബുദ്ധിമുട്ടിക്കുന്ന സ്വന്തം വീട്ടിൽ അമ്മ തന്നെയാണ്. നല്ല സഹോദരിയാണ്. വനിതാ വിംഗ് പ്രസിഡന്റ് ബീന ബാബു അധ്യക്ഷത വഹിച്ചു. സിനി സെൽവരാജ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ അറയ്ക്കൽ, സെക്രട്ടറി VR അരുണൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ജോസഫ് പള്ളിക്കുന്നത്ത്, ട്രഷറർ മൊയ്തീൻ ചാരുത എന്നിവർ സംസാരിച്ചു. കയ്പമംഗലത്ത് പോക്സോ കേസിൽ പ്രതിയായ CPM ലോക്കൽ സെക്രട്ടറി BS ശക്തിധരനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. അറസ്റ്റ് ചെയ്യൂ, അറസ്റ്റ് ചെയ്യൂ, അറസ്റ്റ് ചെയ്യൂ, അറസ്റ്റ് ചെയ്യൂ, ശക്തിധരനെ അറസ്റ്റ് ചെയ്യൂ, ശക്തിധരനെ അറസ്റ്റ് ചെയ്യൂ. പോലീസ്, പോലീസ്, CPM പോലീസ്, CPM പോലീസ്, കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ, കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ, കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ, കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ നിയമം ഞങ്ങൾ പാലിക്കും, നിയമം ഞങ്ങൾ പാലിക്കും. കാക്കിക്കുള്ളിൽ സഖാവായ, കാക്കിക്കുള്ളിൽ സഖാവായ നിയമം ഞങ്ങൾ ലംഘിക്കും, നിയമം ഞങ്ങൾ ലംഘിക്കും. ഓർത്ത് കളിച്ചോ പോലീസ്, ഓർത്ത് കളിച്ചോ പോലീസ്, ഓർത്ത് കളിച്ചോ പോലീസ്, ഓർത്ത് കളിച്ചോ പോലീസ്. പിണറായിയുടെ പോലീസ്, പിണറായിയുടെ പോലീസ്, കാക്കിക്കുള്ളിൽ പോലീസായ, കാക്കിക്കുള്ളിൽ പോലീസായ നിയമം ഞങ്ങൾ പാലിക്കും, കാക്കിക്കുള്ളിൽ സഖാവായ കൂരിക്കുഴി പഞ്ഞമ്പള്ളിയിൽ നിന്നാരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു.
മാർച്ച് തടഞ്ഞ പോലീസുമായി നേതാക്കൾ ഉന്തും തള്ളും ഉണ്ടായെങ്കിലും സംഘർഷത്തിലേക്ക് നീങ്ങിയില്ല. തുടർന്ന് നടന്ന യോഗം DCC ജനറൽ സെക്രട്ടറി KF ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KV അബ്ദുൾ മജീദ് അധ്യക്ഷനായി. DCC സെക്രട്ടറി ആൻഡോ പെരുമ്പുള്ളി മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി CS രവീന്ദ്രൻ, നേതാക്കളായ സുനിൽ P മേനോൻ, CJ പോൾസൺ, സുരേഷ് കൊച്ചുവീട്ടിൽ, അനസ് അബൂബക്കർ, ശോഭന രവി, ഷീല വിശ്വംഭരൻ, KB അനിൽകുമാർ, PT രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. OEC ഉൾപ്പെടുത്തുകയും വിദ്യാഭ്യാസ ആനുകൂല്യം നൽകുകയും വീടുകൾ നൽകുകയും റോഡുകൾ നൽകുകയും അങ്ങനെ വലിയൊരു മാറ്റത്തിന് വിധേയമായ ഒരു സമൂഹമാണ് മത്സ്യത്തൊഴിലാളികൾ. നമുക്കറിയാം, ജീവിതത്തിൽ വിശപ്പടക്കി പൈസയില്ലെങ്കിൽ പട്ടിണി കിടന്ന് ബുദ്ധിമുട്ടുമ്പോഴും ആത്മാർത്ഥമായ ഒരു സമീപനം, ഒരു പരുക്കൻ സ്വഭാവമാണെങ്കിലും ആത്മാർത്ഥതയോടെ ആരെയും അംഗീകരിക്കാതെ സ്വയം നിലപാടെടുത്ത് നീതിക്ക് ന്യായത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹമാണ് മത്സ്യത്തൊഴിലാളി സമൂഹം. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു പോക്സോ കേസ് വിവാദം നമ്മുടെ പ്രദേശത്ത് അറിയപ്പെട്ടത്. 2 വർഷങ്ങൾക്ക് മുൻപാണെന്ന് പറയുന്നു 11 വയസ്സായ ഒരു പെൺകുട്ടിയെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഒരിക്കൽ ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 കാലഘട്ടത്തിലേക്കുള്ള ബജറ്റ് ബ്ലോക്ക് മെമ്പർ ബഗീഷ് പൂരാടൻ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. ഈ വർഷത്തെ ബജറ്റിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സ്യത്തൊഴിലാളികളെ പൂർണ്ണമായും അവഗണിച്ചതിലും പട്ടികജാതി വിഭാഗങ്ങൾക്ക് പുതിയ പദ്ധതികൾ അനുവദിക്കാത്തതിലും പ്രതിഷേധിച്ചാണ് ബ്ലോക്ക് മെമ്പർ ബഗീഷ് പൂരാടൻ ബജറ്റ് അവതരണത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. കൂടാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ടൂറിസം മേഖലയിൽ പ്രൊജക്റ്റുകൾ തന്നാൽ ഫണ്ട് അനുവദിക്കാമെന്ന് ഉറപ്പു നൽകിയിട്ടും നിഷേധാത്മകമായ നിലപാടുമായി ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ടു പോകുന്നത് ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് വെച്ചു എന്നല്ലാതെ പട്ടികജാതിക്കാരെയും മത്സ്യത്തൊഴിലാളികളെയും പൂർണ്ണമായും അവഗണിച്ച ഒരു ബഡ്ജറ്റാണ് ഇവിടെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അവതരിപ്പിച്ചത്. മാത്രമല്ല, ബഹുമാനപ്പെട്ട MP സുരേഷ് ഗോപി സാർ നമ്മുടെ തീരദേശ മേഖലയുടെ വികസനത്തിന് വേണ്ടി എത്ര കോടി രൂപയുടെ പദ്ധതി വേണമെങ്കിലും പ്രൊജക്റ്റ് തരികയാണെങ്കിൽ അനുവദിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോലും പേരിന് വേണ്ടി പോലും MP-യുടെ ഫണ്ടിനുള്ള ഒരു പദ്ധതി പോലും ഇവിടെ തയ്യാറാക്കിയിട്ടില്ല. ഇതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. ഈ ബഡ്ജറ്റ് ഞാൻ ബഹിഷ്കരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർ എന്ന നിലയും പട്ലങ്ങാടി ഡിവിഷനോടുള്ള അവഗണനയ്ക്കുമെതിരെ ഞാൻ ഈ ബഡ്ജറ്റ് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോരുകയാണ്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 2024-25 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വനിതകൾക്കും കൗമാരക്കാരായ പെൺകുട്ടികൾക്കുമുള്ള അനീമിയ രക്തപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു മേഖല വനിതകളുടെ ഘടക പദ്ധതികളാണ്. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ഓരോ മേഖലയ്ക്ക് ചിലവഴിക്കുന്നതിന് ഇത്ര ശതമാനം തുക മാത്രം മതി എന്നാണ് നമുക്ക് നിർദ്ദേശമുള്ളത്, മാർഗനിർദ്ദേശം. വനിതകൾക്ക്, കുട്ടികൾക്ക്, വയോജനങ്ങൾക്ക്, ഭിന്നശേഷിക്കാർക്ക് എല്ലാം 5 വീതവും. അതിൽ വനിതകൾക്ക് 10%, വനിതകൾക്കും കുട്ടികൾക്കുമായിട്ട് 10%, ഭിന്നശേഷിക്കാർക്കായിട്ട് 5%, വയോജനങ്ങൾക്കായിട്ട് 5%. എന്തിൻ്റെ? നമുക്ക് സംസ്ഥാന ഗവൺമെന്റ് തരുന്ന കോടിക്കണക്കിന് രൂപയുടെ 5%. പക്ഷെ നമ്മുടെ പഞ്ചായത്ത്, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ ഒരു 5 കിട്ടിയെങ്കിലും അതിൽ കൂടുതൽ തുക സ്ത്രീകൾക്കായിട്ട് മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ വനിതകളുടെയും കൗമാരക്കാരായ പെൺകുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. രക്തപരിശോധന നടത്തി ഹീമോഗ്ലോബിൻ കുറവുള്ളവരെ കണ്ടെത്തി അവർക്ക് പോഷകാഹാര കിറ്റ് വിതരണ പദ്ധതിയും തുടർന്ന് പഞ്ചായത്ത് നടപ്പിലാക്കുന്നുണ്ട്. SC വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്കും ജനറൽ വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്കും കൗമാരക്കാരായ പെൺകുട്ടികൾക്കുമായി രക്തപരിശോധനയ്ക്ക് 2 ലക്ഷം രൂപയാണ് പദ്ധതി വിഹിതം. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര അബ്ദുൽ നാസർ, വാർഡ് മെമ്പർ IS അനിൽകുമാർ, സന്ധ്യ മനോഹരൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബീന, ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബ്, ICDS സൂപ്പർവൈസർ സിനി KS എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം തോട്ടുങ്ങൽ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു.
മദ്രസ ഹാളിൽ നടന്ന ക്യാമ്പയിൻ അഡ്വക്കേറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് KA സുലൈമാൻ ഹാജി അധ്യക്ഷനായി. മഹല്ല് ഖത്തീബ് അബ്ദുറഹ്മാൻ അഷ്റഫി ആമുഖ പ്രഭാഷണം നടത്തി. മദ്രസ സെക്രട്ടറി KM നിഷാദ്, VM യൂസഫ്, PK അനീഫ ഹാജി, EB അബ്ദുൾ റസാഖ് ഹാജി, KS അബ്ദുൾ ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു. അവരുടെ ധീരതയാണ് പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാനപരമായി അതിന്റെ തുടക്കത്തിന് കാരണം. ഈ ദീൻ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആണിക്കല്ലായി നിൽക്കുന്നത് മഹാന്മാരായ സ്വഹാബത്തുൽ ബദറാണ്. അവരുടെ ജീവിതമാണ്, അവർ ജീവിതം സമർപ്പിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്, വലഖദ് നസ്റകുമുല്ലാഹു ബി ബദരിൻ, അല്ലാഹു നിങ്ങളെ ബദറിൽ സഹായിച്ചു. അൻതും അദില്ലത്തും, നിങ്ങൾ വളരെ നിസ്സാരക്കാരായിരുന്നു, ഒന്നും ചെയ്യാനാവാത്ത വിധം വളരെയേറെ പരിമിതമായ സൗകര്യങ്ങളുമായിട്ട് മാത്രം ജീവിച്ചവരായിരുന്നു അന്നത്തെ സ്വഹാബത്ത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിമിഷ അജീഷ് അവതരിപ്പിച്ചു. അടുത്ത വർഷം 5 പഞ്ചായത്തുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രസ്തുത ഭവന നിർമ്മാണ പദ്ധതിക്ക് 1,47,00,000 രൂപ ഈ ബഡ്ജറ്റ് വകയിരുത്തിയിരിക്കുന്നു. തൊഴിൽ ഇല്ലാത്തവർക്ക് തൊഴിൽ നൽകുന്നതിന്റെ ത്രിതല പഞ്ചായത്തുകൾക്കുള്ള ഉത്തരവാദിത്തം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വികസന വെല്ലുവിളിയായ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം എന്ന നയപരിപാടിയോട് ചേർന്ന് നിന്ന് ചുരുങ്ങിയത് 500 പേർക്കെങ്കിലും തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി 5 കോടി രൂപ വകയിരുത്തി IT പാർക്കിന് ഈ ബഡ്ജറ്റ് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷനായി. ജനപ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാവർക്കും പാർപ്പിടം, എല്ലാവർക്കും തൊഴിൽ എന്ന മുദ്രാവാക്യത്തിൽ ഊന്നിയ ബജറ്റ് 43,06,43,000 രൂപ വരവും 42,26,50,000 രൂപ ചെലവും 79,94,000 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നു. പാർപ്പിട മേഖലയ്ക്ക് 1,47,00,000 രൂപയും 500 പേർക്ക് തൊഴിൽ നൽകാൻ ലക്ഷ്യമിടുന്ന IT പാർക്കിന് 5 കോടി രൂപയും, ആരോഗ്യമേഖലയ്ക്ക് 1,75,00,000 രൂപയും, അടിസ്ഥാന സൗകര്യ വികസനത്തിന് 1,45,00,000 രൂപയും, പട്ടികജാതി വികസനത്തിന് 1,42,00,000 രൂപയും, കൃഷിക്ക് 85,00,000 രൂപയും, ഭിന്നശേഷിക്കാർക്കുള്ള റീഹാബിലിറ്റേഷൻ സെന്ററിന് 48,00,000 രൂപയും, അംഗനവാടി പോഷകാഹാരത്തിന് 32,00,000 രൂപയും വകയിരുത്തുന്നു. കുടിവെള്ളം, ടൂറിസം, മാലിന്യ സംസ്കരണം, വനിതാ ശാക്തീകരണം എന്നീ മേഖലകൾക്കും ബജറ്റ് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. താന്യം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനറൽ SC വിഭാഗങ്ങളിൽപ്പെട്ട വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ശാന്തി പാലസിൽ വെച്ച് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് കട്ടിൽ വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, 5ാം വാർഡ് മെമ്പർ ആൻഡോ തുറയൻ, മറ്റു മെമ്പർമാർ, ICDS സൂപ്പർവൈസർ ഫാത്തിമ, അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ ഏങ്ങണ്ടിയൂരിൽ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. തൃപ്രയാർ ക്ഷേത്രക്കുളവും ക്ഷേത്ര പരിസരങ്ങളും വൃത്തിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP നാട്ടിക മണ്ഡലം കമ്മിറ്റി ക്ഷേത്രം മാനേജർക്ക് നിവേദനം നൽകി. താന്യം മൃഗാശുപത്രിയിൽ ഡോക്ടർ ഇല്ലാത്തതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.